പാരിഷ് ഡേയിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുതേ. പാരിഷ് ഡേയിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുതേ. നമ്മൾ ഇനിയും കാണേണ്ടവരാ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുതേ. നമ്മൾ ഇനിയും കാണേണ്ടവരാ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുതേ. നമുക്കെല്ലാവർക്കും അറിയാം, അമ്മമാരില്ലാതെ വീട്ടിലൊരു ചുക്കും നടക്കില്ല എന്ന്. അതുപോലെ തന്നെയാ നമ്മുടെ പള്ളിയിലും. മാതൃവേദിക്കാരില്ലാതെ ഒന്നും നടക്കില്ല. കഞ്ഞി വെക്കാനും കട്ട്ലറ്റ് ഉണ്ടാക്കാനും പെസഹപ്പാൽ ഉണ്ടാക്കാനും, എന്തിനേറെ പറയുന്നു നല്ല സ്വയംഭൻ വൈൻ ഉണ്ടാക്കാനും ഈ അമ്മമാർ തന്നെ വേണം. ഈ പുരുഷ കേസരികളുടെ സംഘടനയായ പിതൃവേദിയോ വല്ലവനും ഉണ്ടാക്കി വെച്ച കേക്ക് വിറ്റ് കൈ നനയാതെ മീൻ പിടിക്കും. എന്നാലും വികാരിയച്ഛന് പിതൃവേദിക്കാരോടാണ് എപ്പോഴും പ്രിയം. അത് കാണുമ്പോഴാ ചങ്കിൽ പിച്ചാത്തി കയറ്റുന്നത് പോലെ തോന്നുന്നത്. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലോ അവിടത്തെ സർവത്ര പണിയും നമ്മൾ തന്നെ ചെയ്യണം. കല്യാണത്തിന് മുൻപ് വീട്ടിലെ തങ്കക്കുടങ്ങളായിരുന്ന ആ കാലം മതിയായിരുന്നു, ഒന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. അതൊക്കെ ഒരു കാലം. അന്നൊക്കെ നമ്മളെ കാണാൻ എന്തു ഭംഗിയായിരുന്നു. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. മകരസൂര്യനോമനിക്കും മഞ്ഞു തുള്ളി പോലെ. മകരസൂര്യനോമനിക്കും മഞ്ഞു തുള്ളി പോലെ. മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. നമ്മളെ കെട്ടാൻ വന്നവന്മാരുടെ കാര്യം പറയുകയേ വേണ്ട. പെണ്ണ് കാണാൻ വരുമ്പോഴൊക്കെ അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ വലിയ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. കെട്ടിക്കഴിഞ്ഞപ്പോഴോ ഒന്നുമില്ല. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്. കണ്ണീരിലാണെന്റെ ആത്മീയ അടിത്തറയ്ക്ക് ഒരു സാമ്പത്തിക അടിത്തറ വേണമെന്ന് നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് പള്ളിക്ക് അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി അമ്മമാർ കഷ്ടപ്പെട്ട് പരിപ്പുവടയും പഴംപൊരിയും ബ്രെഡ് ഓംലെറ്റും ഗോലി സോഡയും വിറ്റ് അടുപ്പിന്റെ അടുത്തു നിന്ന് കരിയും പുകയുമേറ്റ് നമ്മളൊക്കെ ഇപ്പോ ഒരു നാഗവലി ലുക്കിലായിട്ടുണ്ട്. നമ്മുടെ വായിൽ ചടപട പട, നമ്മുടെ വായിൽ ചടപട, നമ്മുടെ വായിൽ ചടപട പട, നമ്മുടെ വായിൽ ചടപട. പരിപ്പ് വട പക്ക് വട, പരിപ്പ് വട പക്ക് വട. കുർബാന കഴിഞ്ഞ് പിതൃവേദിക്കാരുടെ ചായ സൽക്കാരമുണ്ട്. അവിടുത്തെ അപ്പന്മാർക്കെല്ലാം ചായ കിട്ടും. പക്ഷേ ഏതെങ്കിലും ഒരു മാതൃവേദിക്കാരിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടുമോ? നമുക്കെന്താ ചായ ഇറങ്ങില്ലേ? ചിലരൊക്കെ ചായ കുടിക്കാൻ പുറത്തു പോകാറുണ്ട്. എന്താ പുറത്ത് നമ്മളെയും കൂട്ടിപ്പോയാൽ ചായക്കടക്കാരൻ ചായ തരില്ലേ? പക്ഷേ ആരും നമ്മളെ കൊണ്ടുപോകില്ല. ദേ ഇപ്പൊ കേൾക്കുന്നു പിതൃവേദിക്കാര് ഈ വർഷത്തെ 2ാമത്തെ ടൂർ പോകാൻ പോകുന്നുവെന്ന്.
അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഈ ടൂറിന്റെ ബാലൻസ് കാശ് ചെലവാക്കാൻ അടുത്ത ടൂർ പോകാൻ. അമ്മമാർ എങ്ങാനും ഒരു ടൂറിന്റെ കാര്യം എടുത്തിട്ടാൽ അപ്പ തുടങ്ങും കാശില്ലായ്മ, പിള്ളേരുടെ പഠിപ്പ്, ജോലി സ്ഥലത്ത് ടെൻഷൻ, ആഗോള താപനം, അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നു, ഓസോൺ പാളിയിൽ തുള തുടങ്ങി 100,000 മുടക്ക് വർത്തമാനങ്ങൾ. അതുകൊണ്ട് അമ്മമാരെ സംഘടിക്കുവിൻ, സമരമുറകൾക്ക് മൂർച്ച കൂട്ടുവിൻ. പിന്നെ പള്ളിയിലെ മറ്റൊരു ടീമുണ്ട്, യുവജനങ്ങൾ, വികാരി അച്ഛന്റെ സോൾമേറ്റ്സ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കത്തുട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുള്ളിക്കെട്ട്. കയറ് വിട്ട കാള ജീവിതമോ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന. ഇപ്പോൾ നമ്മുടെ എന്ത് പരിപാടി എടുത്താലും അതിലൊരു യൂത്ത് ടച്ച് ഉണ്ടാവും. പുൽക്കൂടുണ്ടാക്കാനും നക്ഷത്രമിടാനും ജപമാല ഉണ്ടാക്കാനും ഒക്കെ അവരുണ്ട്. പക്ഷേ കണക്ക് വായിക്കുമ്പോൾ മാത്രം അറിയാം സാധനങ്ങൾ വാങ്ങിയതിനേക്കാൾ വലിയ തുക അവരുടെ ഫുഡിനായിട്ടുണ്ടെന്ന്. അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം കൊണ്ട് തീർക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ യൂത്തിനുണ്ട്. ഇനി നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം വികാരി അച്ഛൻ. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, സൂര്യൻ ഉദിച്ചതാണോ. ദോഷം പറയരുതല്ലോ, ഇത്രയും ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉള്ള ഒരാളെ ഈ ഭൂമിയിൽ കാണാൻ കിട്ടൂല. ഇടവകക്കാരുടെ കയ്യിലെ കാശ് അവരറിയാതെ എങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള വിഷയത്തിൽ ഡബിൾ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് അദ്ദേഹമെന്ന് ആർക്കും സംശയമുണ്ടാകില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ സോപ്പിട്ട് എല്ലാ ഞായറാഴ്ചയും അച്ഛൻ പള്ളിയിൽ ഫുഡ് വിളമ്പുന്നുണ്ട്. ചുറുചുറുക്കുള്ള ഇടവകക്കാരെ വാർത്തെടുക്കണം എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തുടങ്ങിവെച്ച ജയനഗർ FC കാരണം വീട്ടിലെ ആണുങ്ങളെല്ലാം ഇപ്പൊ ഞൊണ്ടിയാണ് നടപ്പ്. ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല അമ്മമാരെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സംഘടിക്കണം. ഒറ്റക്കെട്ടായി നിന്ന് സമരമുറകൾക്ക് മൂർച്ച കൂട്ടണം. ഭൂഗോളത്തിന്റെ സ്പന്ദനം അമ്മമാരിലാണെന്ന് കാണിച്ചു കൊടുക്കണം. വീണ്ടും ചില അപ്രിയ സത്യങ്ങളുമായി അടുത്ത പാരിഷ് ഡേക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമോവാകം. സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. വരിക സഹചരി, സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. വരിക സഹചരി, സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. വരിക സഹചരി, സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക്